ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഠിപ്പുര എ ടു സെറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ പഠിപ്പുര എ ടു സെറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ വോളിൽ ലഭ്യമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 എക്സാമിലെ പാർട്ട് സെക്കൻഡ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 2ലെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ക്വസ്റ്റ്യൻ: കറുകത്തൊടിയിൽ കർക്കിടകത്തിൽ കാലടയാളം മാഞ്ഞല്ലോ. കറുകത്തൊടിയിൽ കർക്കിടകത്തിൽ കാലടയാളം മാഞ്ഞല്ലോ. ഇതിൽ കറുകത്തൊടിയിൽ എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതിയാൽ ശരിയായതേത്? കറുകത്തൊടിയിൽ കർക്കിടകത്തിൽ കാലടയാളം മാഞ്ഞല്ലോ. ഇതിൽ കറുകത്തൊടിയിൽ എന്നെഴുതിയതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: അടിവരയിട്ട പദം, അതായത് കറുകത്തൊടിയിൽ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ശരിയായ പദം ഏത്? അതായത് മിക്ക എക്സാമുകളിലും ഉണ്ടാവും വിഗ്രഹിച്ചെഴുതൽ അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ കറുകത്തൊടിയിൽ വിഗ്രഹിച്ചെഴുതിയാൽ ശരിയായ പദം ഏതായിരിക്കും? ഓപ്ഷൻസ് ഉണ്ട്: കറുകയും തൊടിയും, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി കറുകയാകുന്ന തൊടി. ഓപ്ഷൻ സി കറുക പോലുള്ള തൊടി. ഓപ്ഷൻ ഡി കറുകകളുള്ള തൊടി. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഒന്നുകൂടി ഓപ്ഷൻ പറയാം: കറുകയും തൊടിയും. ഓപ്ഷൻ ബി കറുകയാകുന്ന തൊടി. ഓപ്ഷൻ സി കറുക പോലുള്ള തൊടി. ഓപ്ഷൻ ഡി കറുകകളുള്ള തൊടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കറുകത്തൊടിയിൽ നിന്ന് വിഗ്രഹിച്ചെഴുതിയാൽ കറുകകളുള്ള തൊടി എന്നതാണ്. ഓക്കെ, വിഗ്രഹിച്ചെഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ: 2016 ഓടക്കുഴൽ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആര്? 2016 ഓടക്കുഴൽ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ MV വിഷ്ണു നമ്പൂതിരി. ഓപ്ഷൻ ബി MA റഹ്മാൻ. ഓപ്ഷൻ സി MN കാരശ്ശേരി. ഓപ്ഷൻ ഡി MK സാനു. ഒന്നുകൂടി ഓപ്ഷൻസ് പറയാം: ഓപ്ഷൻ എ MV വിഷ്ണു നമ്പൂതിരി. ഓപ്ഷൻ ബി MA റഹ്മാൻ. ഓപ്ഷൻ സി MN കാരശ്ശേരി. ഓപ്ഷൻ ഡി MK സാനു. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. MA റഹ്മാനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓടക്കുഴൽ അവാർഡ് 2016 ലഭിച്ചിരിക്കുന്നത് MA റഹ്മാനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓടക്കുഴൽ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, പിന്നെ മാതൃഭൂമി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ മിക്കവാറും എക്സാമുകൾ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 2016 ഇപ്പോൾ 2019 എക്സാം ആണെങ്കിൽ കഴിഞ്ഞ വർഷം 18, 17, 16 3 വർഷം, ഒരു 4 വർഷത്തെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഏതാണ് കൃതി എന്നും ആർക്കാണ് ലഭിച്ചതെന്നും ഓടക്കുഴൽ, വള്ളത്തോൾ, എഴുത്തച്ഛൻ തുടങ്ങിയവ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ: മലയാളത്തിലെ ഒരു നോവലിലെ പ്രസിദ്ധരായ 2 കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും. നോവൽ ഏത്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം: മലയാളത്തിലെ ഒരു നോവലിലെ പ്രസിദ്ധരായ 2 കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും. നോവൽ ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നെല്ല്. ഓപ്ഷൻ ബി അരനാഴിക നേരം. ഓപ്ഷൻ സി രണ്ടിടങ്ങഴി. ഓപ്ഷൻ ഡി വിഷകന്യക. ഒന്നുകൂടി ഓപ്ഷൻസ് പറയാം: ഓപ്ഷൻ എ നെല്ല്. ഓപ്ഷൻ ബി അരനാഴിക നേരം. ഓപ്ഷൻ സി രണ്ടിടങ്ങഴി. ഓപ്ഷൻ ഡി വിഷകന്യക. ഓക്കെ, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി രണ്ടിടങ്ങഴിയാണ് കറക്റ്റ് ഓപ്ഷൻ. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അതായത് നോവൽ ഏതാണ്, ആരാണ് എഴുതിയത് എന്ന് മാത്രമല്ല, നോവലിലെ കഥാപാത്രങ്ങൾ ആര് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഉദാഹരണം, ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മജീദ്, സുഹറ, അങ്ങനെയുള്ള മജീദ്, സുഹറ എന്നിവ ഏതിലെ കഥാപാത്രങ്ങളാണ്? ബാല്യകാല സഖി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ: ചുവടെ കൊടുത്തവയിൽ യാത്രാ വിവരണ കൃതി ഏത്? ചുവടെ കൊടുത്തവയിൽ യാത്രാ വിവരണ കൃതി ഏത്? ഓപ്ഷൻ എ ഹിമവാന്റെ മുകൾ തട്ടിൽ. ഓപ്ഷൻ ബി ആവിലായിലെ സൂര്യോദയം. ഓപ്ഷൻ സി ഗോപുര നടയിൽ. ഓപ്ഷൻ ഡി ഗോവർദ്ധൻ്റെ യാത്രകൾ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം: ചുവടെ കൊടുത്തവയിൽ യാത്രാ വിവരണ കൃതി ഏത്? ഓപ്ഷൻ എ ഹിമവാന്റെ മുകൾ തട്ടിൽ. ഓപ്ഷൻ ബി ആവിലായിലെ സൂര്യോദയം. ഓപ്ഷൻ സി ഗോപുര നടയിൽ. ഓപ്ഷൻ ഡി ഗോവർദ്ധൻ്റെ യാത്രകൾ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ?
കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഹിമവാന്റെ മുകൾ തട്ടിലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 1. താഴെ കൊടുത്തവയിൽ നിന്നും താള വ്യത്യാസമുള്ള വരികൾ കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ നിന്നും താള വ്യത്യാസമുള്ള വരികൾ കണ്ടെത്തുക. ഓക്കെ, ഞാൻ ചൊല്ലാം. ഏതാണ് താള വ്യത്യാസം? അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചൊല്ലിയിട്ട് ഏതാണോ രീതി വ്യത്യാസം അങ്ങനെ താള വ്യത്യാസം എന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ, എൻ്റെ ചൊല്ലിൽ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ വരേണയെ വന്നിപ്പിൻ വരതയെ. അപ്പോൾ ഈ രീതിയിലാണ് താളം പോകുന്നത്. ഓപ്ഷൻ ബി, തോളത്തു ഗാനം തൂങ്ങും തണ്ടിതൻ തണ്ടും പേരി കാളകൾ മന്നം മന്നാ മിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. തോളത്തു ഗാനം തൂങ്ങും തണ്ടിതൻ തണ്ടും പേരി കാളകൾ മന്നം മന്നാ മിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. നെക്സ്റ്റ് വൺ, ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കിന്നൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ഡി, പോകല്ലേ പോകല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞുതുള്ളികളെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഏത് താള വ്യത്യാസമുള്ളത്. ബാക്കി മൂന്നും ഒരേ താളത്തിലാണെന്ന് ചൊല്ലിയത് കാണാം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ, വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ വാരേണയെ വന്നിപ്പിൻ വാരതയെ. ഓപ്ഷൻ ബി, തോളത്തു ഗാനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്നം മന്ന മിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. രണ്ടും ഒരേ താളത്തിലല്ലേ. നെക്സ്റ്റ് വൺ, ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കിന്നൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. നെക്സ്റ്റ് വൺ, പോകല്ലേ പോകല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞു തുള്ളികളെ. ആ രീതി തന്നെ താളം തന്നെ മാറ്റമാണ്. ഓക്കെ, അതിന് അങ്ങനെ ചൊല്ലിയിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പോകല്ലേ പോകല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞു തുള്ളികളെ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. വരികൾ ചോദിച്ചിട്ട് താള വ്യത്യാസമുള്ളത് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശൈലിയുടെ അർത്ഥം ഉള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ശൈലിയുടെ അർത്ഥം, ഇന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ചൊട്ടയിലെ ശീലം ചൂടല്ല വരെ ഇതിൻ്റെ അർത്ഥം എന്ത്? അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് പറയാം. ഓരോ കാര്യവും നടക്കാൻ അതിൻ്റേതായ സമയമുണ്ട്. നെക്സ്റ്റ് വൺ, ഒരു കാര്യം ചെയ്യുന്നതിന് രണ്ടുപേർ പോവുക. ഓപ്ഷൻ സി, ദൃഢനിശ്ചയമുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്യാനാവും. ഓപ്ഷൻ ഡി, ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നടക്കുക. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. അംഗവും കാണാം താളിയും എടുക്കാം എന്നതാണ് ശൈലി. അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഓപ്ഷൻ, ഓരോ കാര്യവും നടക്കാൻ അതിൻ്റേതായ സമയമുണ്ട്. അതല്ല അല്ലേ. നെക്സ്റ്റ് വൺ, ഒരു കാര്യം ചെയ്തതിന് രണ്ടുപേർ പോവുക. അതുമല്ല. അംഗവും കാണാം താളിയും ഒടിക്കാം. അതുമല്ല. ദൃഢനിശ്ചയമുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്യാനാവും. അതുമായി ബന്ധമേ ഇല്ല. നെക്സ്റ്റ് വൺ, ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുക. അതാണ് കറക്റ്റ് ആൻസർ. അംഗവും കാണാം താളിയും ഒടിക്കാം. ഒന്ന് നടക്കുമ്പോൾ മറ്റൊന്നും കൂടി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ. ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുക. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, കവി കടമ്മനിട്ട രാമകൃഷ്ണനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന താഴെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. കവി കടമ്മനിട്ട രാമകൃഷ്ണനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ, കവി അരങ്ങുകളിലൂടെ മലയാള കവിതയെ ആസ്വാദകരിലെത്തിച്ചു. ഓപ്ഷൻ ബി, കേരള നിയമസഭയിൽ അംഗമായിരുന്നു. ഓപ്ഷൻ സി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി, കടൽ കാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതാ സമാഹാരമാണ്. ഒന്നും കൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ, കവി അരങ്ങുകളിലൂടെ മലയാള കവിതയെ ആസ്വാദകരിലെത്തിച്ചു. ഓപ്ഷൻ ബി, കേരള നിയമസഭയിൽ അംഗമായിരുന്നു. ഓപ്ഷൻ സി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി, കടൽ കാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതാ സമാഹാരമാണ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. കടമ്മനിട്ട രാമകൃഷ്ണന് ബന്ധമില്ലാത്ത പ്രസ്താവന ഡി ആണ്. കടൽക്കാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതാ സമാഹാരമാണ് എന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, കടൽക്കാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതാ സമാഹാരമാണ്. അതായത്
സാഹിത്യകാരന്മാരെ പറ്റി കുറച്ച് നമ്മൾ അവരുടെ ജസ്റ്റ് അവരെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുന്നതായിരിക്കും. കടമ്മനിട്ട, വള്ളത്തോൾ, അവരെവിടെ ജനിച്ചു, എന്തൊക്കെയാണ് പ്രധാന കൃതികൾ എന്നുള്ളത് ഒരു ഐഡിയ വെച്ച് പുലർത്തുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കടമ്മനിട്ട, സുകുമാർ അഴീക്കോട്, മലയാറ്റൂർ രാമകൃഷ്ണൻ, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ കൃതികൾ എവിടെ ജനിച്ചു, അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അപ്പർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടി പ്രസംഗം എഴുതി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതായത് UP ക്ലാസ്സിലെ കുട്ടി പ്രസംഗം എഴുതി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് പറയാം. ആശയ സമഗ്രതയുണ്ടായിരിക്കണം. ഓപ്ഷൻ ബി, അഭിസംബോധന, ആമുഖം, ഉപസംഹാരം എന്നിവ വേണം. ഓപ്ഷൻ സി, ഉചിതമായ ഉദാഹരണങ്ങളും ഉദ്ധരണികളും വേണം. ഓപ്ഷൻ ഡി, ശബ്ദ വ്യതിയാനം പാലിക്കണം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഒന്നുകൂടി ഓപ്ഷൻ പറയണോ? ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ, ആശയ സമഗ്രതയുണ്ടായിരിക്കണം. ഓപ്ഷൻ ബി, അഭിസംബോധന, ആമുഖം, ഉപസംഹാരം എന്നിവ വേണം. ഓപ്ഷൻ സി, ഉചിതമായ ഉദാഹരണങ്ങളും ഉദ്ധരണികളും വേണം. ഓപ്ഷൻ ഡി, ശബ്ദ വ്യതിയാനം പാലിക്കണം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ശബ്ദ വ്യതിയാനം പാലിക്കണം, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ചുവടെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ, മാധവിക്കുട്ടി ഒറ്റയടിപ്പാത. ഓപ്ഷൻ ബി, കുഞ്ഞിരാമൻ നായർ മണിവീണ. ഓപ്ഷൻ സി, സുസ്മേഷ് ചന്ദ്രോത്ത് മരപ്പാവകൾ. ഓപ്ഷൻ ഡി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാഹിത്യം. അതായത് ഓരോ സാഹിത്യകാരന്മാരും അവരുടെ കൃതിയുമാണ്. അപ്പോൾ ഒന്ന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് തെറ്റായിട്ടാണുള്ളത്. ആ തെറ്റായ ജോഡി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. മാധവിക്കുട്ടി ഒറ്റയടിപ്പാത. ഓപ്ഷൻ ബി, പി കുഞ്ഞിരാമൻ നായർ മണിവീണ. ഓപ്ഷൻ സി, സുസ്മേഷ് ചന്ദ്രോത്ത് മരപ്പാവകൾ. ഓപ്ഷൻ ഡി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാഹിത്യം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, സുസ്മേഷ് ചന്ദ്രോത്ത് മരപ്പാവകൾ. ആ ജോഡി തെറ്റായ ജോഡിയാണ്. ഏത്? സുസ്മേഷ് ചന്ദ്രോത്ത് മരപ്പാവകൾ എന്നുള്ളത്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടി എല്ലായ്പ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്നുവെങ്കിൽ അവനെ സഹായിക്കുന്നതിനായി താഴെ കൊടുത്തവയിൽ ഏതു കാര്യത്തിനായിരിക്കും മുഖ്യ പരിഗണന നൽകുക? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടി എല്ലായ്പ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്നുവെങ്കിൽ അവനെ സഹായിക്കുന്നതിനായി താഴെ കൊടുത്തവയിൽ ഏതു കാര്യത്തിനായിരിക്കും മുഖ്യ പരിഗണന നൽകുക? ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ഉടനെ ഗൃഹസന്ദർശനം നടത്തി സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഓപ്ഷൻ ബി, രക്ഷിതാക്കളെ വിളിച്ച് വരുത്തി ഉപദേശിക്കും. ഓപ്ഷൻ സി, കുട്ടിയെ മറ്റു കുട്ടികളോടൊപ്പം വിടാതിരിക്കും. ഓപ്ഷൻ ഡി, കുട്ടിയുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി സഹായിക്കും. ഒന്നുകൂടി ഓപ്ഷൻ പറയണോ? ഒന്നുകൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ, ഉടനെ ഗൃഹസന്ദർശനം നടത്തി സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഓപ്ഷൻ ബി, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഉപദേശിക്കും. ഓപ്ഷൻ സി, കുട്ടിയെ മറ്റു കുട്ടികളോടൊപ്പം വിടാതിരിക്കും. ഓപ്ഷൻ ഡി, കുട്ടിയുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി സഹായിക്കും. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. കുട്ടിയുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി സഹായിക്കും, അതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയ വാക്യം ഏത്? അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ശരിയായി എഴുതിയ വാക്യം ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ, അയൽക്കാരെ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതിരുന്നാൽ അയാൾക്ക് ഉറക്കം വരില്ല. ഓപ്ഷൻ ബി, പല കാര്യങ്ങളിൽ സ്വയം ആത്മപ്രശംസ നടത്താറുള്ള ആളാണ് ക്ലബ് സെക്രട്ടറി. ഓപ്ഷൻ സി, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഏകദേശം 550 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഓപ്ഷൻ ഡി, പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സ്കൂളിലെ ഓരോ കുട്ടികളും നിർബന്ധമായും പങ്കെടുക്കണം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഒന്നുകൂടി ഓപ്ഷൻ പറയണോ? അതായത് താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയ വാക്യം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, അയൽക്കാരെ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതിരുന്നാൽ അയാൾക്ക് ഉറക്കം വരില്ല. നെക്സ്റ്റ് ഓപ്ഷൻ, പല കാര്യങ്ങളിൽ സ്വയം ആത്മപ്രശംസ നടത്താറുള്ള ആളാണ് ക്ലബ് സെക്രട്ടറി. അപ്പോൾ ഇവിടെ സ്വയവും ആത്മപ്രശംസ രണ്ടും ഒരേ അർത്ഥമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. പല കാര്യങ്ങളിൽ സ്വയം ആത്മപ്രശംസ, അപ്പോൾ അത് തെറ്റായ ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ,
കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം 550 കിലോമീറ്ററോളം ദൂരമുള്ളൂ. ഏകദേശം 550 കിലോമീറ്ററോളം. രണ്ടും ആവശ്യമില്ല. ഒന്നുകിൽ ഏകദേശം ഉപയോഗിക്കുക, അല്ലെങ്കിൽ 550 കിലോമീറ്ററോളം. അപ്പോൾ അതും തെറ്റായ ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ, പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സ്കൂളിലെ ഓരോ കുട്ടികളും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. ഓരോ കുട്ടികളും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. ഓക്കെ, അതും തെറ്റായ ഓപ്ഷനാണ്. അതായത് 102 നെക്സ്റ്റ് താഴെ കൊടുത്തവയിൽ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് എ ആണ്. അയൽക്കാരെ പറ്റി എന്തെങ്കിലും ആക്ഷേപം പറയാതിരുന്നാൽ അയാൾക്ക് ഉറക്കം വരില്ല. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ശരിയായ വാക്യം ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ചിഹ്നം ചേർത്തിട്ടുള്ളത് എങ്ങനെയാണ് ചിഹ്നം ചേർത്ത് എഴുതുക, അതായത് പൂർണ്ണവിരാമം, അർദ്ധവിരാമം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്ഷൻ നോട്ട് എന്നാൽ എന്ത്? പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്ഷൻ നോട്ട് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടായ സ്വന്തം വിലയിരുത്തലുകൾ അധ്യാപിക രേഖപ്പെടുത്തുന്നത്. ഓപ്ഷൻ ബി, SRG യോഗത്തിൻ്റെ അവലോകന റിപ്പോർട്ട്. ഓപ്ഷൻ സി, ക്ലാസ് PTA യോഗത്തിൻ്റെ റിപ്പോർട്ട്. ഓപ്ഷൻ ഡി, ഒരു യൂണിറ്റിൻ്റെ സമഗ്രാസൂത്രണം. അതായത് പ്രതിഫലനാത്മക കുറിപ്പ് എന്നാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടായ സ്വന്തം വിലയിരുത്തലുകൾ അധ്യാപിക രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി, SRG യോഗത്തിൻ്റെ അവലോകന റിപ്പോർട്ട്. ഓപ്ഷൻ സി, ക്ലാസ് PTA യോഗത്തിൻ്റെ റിപ്പോർട്ട്. ഓപ്ഷൻ ഡി, ഒരു യൂണിറ്റിൻ്റെ സമഗ്രാസൂത്രണം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടായ സ്വന്തം വിലയിരുത്തലുകൾ അധ്യാപിക രേഖപ്പെടുത്തുന്നത്. അതാണ് പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്ഷൻ നോട്ട്. നെക്സ്റ്റ് വൺ, ശാരീരിക ചലനപരമായ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന പഠന പ്രവർത്തനം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. ശാരീരിക ചലനപരമായ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന പഠന പ്രവർത്തനം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ എ, കൊളാഷ് നിർമ്മാണം. ഓപ്ഷൻ ബി, നാടകീകരണം. ഓപ്ഷൻ സി, കവിതകളുടെ താളം കണ്ടെത്തൽ. ഓപ്ഷൻ ഡി, സംവാദം കണ്ടെത്തൽ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. നാടകീകരണമാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, കത്ത് എന്ന വ്യവഹാര രൂപം വിലയിരുത്തുമ്പോൾ പ്രധാനമായും പരിഗണിക്കേണ്ട സൂചകം ഏത്? അതായത് കത്ത് എന്ന വ്യവഹാര രൂപം വിലയിരുത്തുമ്പോൾ പ്രധാനമായും പരിഗണിക്കേണ്ട സൂചകം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ആകർഷകമായ വിന്യാസക്രമം. ഓപ്ഷൻ ബി, ഘടനയും ആശയ സമഗ്രതയും പാലിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി, ശരിയായ വാക്യഘടനാ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി, ആലങ്കാരിക ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ, ആകർഷകമായ വിന്യാസക്രമം. ഓപ്ഷൻ ബി, ഘടനയും ആശയ സമഗ്രതയും പാലിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി, ശരിയായ വാക്യഘടനാ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി, ആലങ്കാരിക ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഘടനയും ആശയ സമഗ്രതയും പാലിച്ചിട്ടുണ്ട്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, കേട്ടറ്റ് കാറ്റഗറി 2 മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പാർട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും നിരവധി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പഠിപ്പുര A to Z ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ വോളിൽ ലഭ്യമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഷെയർ this video also. Okay, then thanks for watching this video. Have a nice day. Bye.